സിനുജി, ഉത്തര കൊറിയ കിങ് ജോങ് ഉന്നുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ കേട്ട് ഏകാധിപതി ആയി നിൽക്കുന്ന അങ്ങനെ ഭരിക്കുന്ന ഒരു നാടാണ് ഉത്തര കൊറിയ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉത്തര കൊറിയയും ഇന്ത്യയും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നു. ഇന്ത്യ അവരെ സഹായിക്കുന്നുണ്ട്. ഉടനെ തന്നെ ഇന്ത്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള നയതന്ത്ര ബന്ധമൊക്കെ പെട്ടെന്ന് ശക്തിപ്പെടും എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. ഒരു ഏകാധിപതിയുടെ നാട്ടിൽ അങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. എന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ? എന്താണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഉത്തര കൊറിയയും ഇന്ത്യയും തമ്മിൽ ഒരു വല്ലാത്ത ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞ് പാശ്ചാത്യ മാധ്യമങ്ങൾ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ്. ഇതിനൊരു കാരണമുണ്ട്. ഇപ്പം നമ്മൾ ഏറ്റവും ഒടുവിൽ കേട്ടത് ഉത്തര കൊറിയയിൽ ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. ആ വെള്ളപ്പൊക്കം ഉണ്ടായത് ഡാം തുറന്നു വിടുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ്. അപ്പം അതിൽ കുറ്റക്കാരാണ്, അതായത് 3000-4000 പേര് ഉത്തര കൊറിയക്കാർ മരിച്ചുപോയി. അപ്പോൾ കിങ് ജോങ് ഉൻ ഉടനെ ഒരു തീരുമാനമെടുത്തു, ഇതിന് ഉത്തരവാദികൾ അവിടുത്തെ കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥരാണ് എന്ന് പറഞ്ഞിട്ട് 30 സർക്കാർ ഉദ്യോഗസ്ഥരെ വെടിവെച്ചു വന്നു. അതൊരു വലിയ സംഭവമാണ്. അപ്പോൾ ഇതിന് സമാനമായ ഒരു സംഭവം ഏതാനും നാളുകൾക്ക് മുമ്പ് ബംഗ്ലാദേശിലുണ്ടായി. അതായത് ത്രിപുരയിൽ മേഖലയിൽ കിഴക്കൻ മേഖലയിലൊക്കെ കുറച്ച് മഴ ശക്തമായിട്ട് പെയ്തപ്പോൾ ഈ വെള്ളം കുത്തിയൊലിച്ച് ബംഗ്ലാദേശിലേക്ക് എത്തി. അവിടെ ഏതാണ്ട് 8 ജില്ലകൾ വെള്ളപ്പൊക്കത്തിന് ഇടയാക്കിയെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ കൃത്യമായിട്ട് എല്ലാ മാർഗനിർദ്ദേശങ്ങളും അല്ലെങ്കിൽ മുന്നറിയിപ്പുകളും ബംഗ്ലാദേശിന് കൊടുത്തിരുന്നു. പക്ഷേ ഏതാണ്ട് 3 മണിക്ക് 4 മണിക്ക് ശേഷം വാർത്താവിനിമയ ബന്ധങ്ങൾ തകരാറിലായി. അങ്ങനെ ഇന്ത്യക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ പറ്റിയില്ല. എന്തായാലും ബംഗ്ലാദേശും വെള്ളത്തിൽ മുങ്ങി. അപ്പം അന്ന് കുറച്ച് ആൾക്കാർ പറഞ്ഞിരുന്നത് ഇന്ത്യ മനഃപൂർവ്വം വെള്ളം തുറന്നു വിട്ടിട്ട് ബംഗ്ലാദേശിനെ കൊല്ലാൻ ശ്രമിച്ചതാണ്. അപ്പോൾ ഇതിന് സമാനമാണ് ഇപ്പം ഈ ഉത്തര കൊറിയയിലെ കിങ് ജോങ് ഉൻ അവിടുത്തെ 30 സർക്കാർ ഉദ്യോഗസ്ഥരെ കൊന്നത്. കാരണം ഇത്തരം അവർക്ക് നിയന്ത്രിക്കാമായിരുന്നു. സത്യത്തിൽ ഇതൊക്കെ പ്രകൃതിക്ഷോഭമല്ലേ, നിയന്ത്രിക്കാൻ പറ്റില്ല, അതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു നരേറ്റീവ് സൃഷ്ടിക്കാനായിട്ട് പാശ്ചാത്യ മാധ്യമങ്ങൾ ശ്രമിച്ചു. അപ്പോൾ ഉത്തര കൊറിയയ്ക്ക് ഒരു ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയും ഉത്തര കൊറിയയും തമ്മിൽ ബന്ധം, അപ്പോൾ ഉത്തര കൊറിയയുടെ സ്വേച്ഛാധിപതിയും ഇന്ത്യയുടെ ഫാസിസ്റ്റായ മോദിയും തമ്മിൽ ബന്ധം എന്നൊക്കെ പറയാനാണ് ഈ പറയാനുള്ള കാരണമുണ്ട്. ഇപ്പം നമ്മൾ ബ്രൂണയിലും അതുപോലെ തന്നെ ഈ മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ പോവുകയും അടുത്ത ബന്ധമൊക്കെ പുലർത്തുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഇന്ത്യ ചില രാജ്യങ്ങളുമായി ബന്ധം പുലർത്തുന്നു, ചെറിയ രാജ്യങ്ങളുമായും വലിയ രാജ്യങ്ങളുമായും ബന്ധം പുലർത്തുന്നു. അങ്ങനെ ഇനി ഇന്ത്യ ഉത്തര കൊറിയയിലേക്ക് പോകും എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. കാരണം നേരത്തെ ഉത്തര കൊറിയയ്ക്ക് ഇന്ത്യയേക്കാൾ നല്ല ബന്ധം പാകിസ്ഥാനുമായിട്ടായിരുന്നു, വളരെ അടുത്ത ബന്ധമായിരുന്നു. ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് പാകിസ്ഥാന് ആണവായുധം നിർമ്മിച്ചപ്പോൾ ഉത്തര കൊറിയയ്ക്ക് അതിനുള്ള ശക്തിയില്ലായിരുന്നു. അന്ന് ഉത്തര കൊറിയ പറഞ്ഞത്, നിങ്ങൾ ആണവായുധത്തിൻ്റെ സാങ്കേതികവിദ്യ ഞങ്ങൾക്ക് കൈമാറണം. അങ്ങനെ ഇതിന് മൊത്തം പ്രവർത്തിച്ച പാകിസ്ഥാനിലെ ഒരു ശാസ്ത്രജ്ഞനുണ്ട്, അദ്ദേഹത്തിന് ഒരു AQ ഖാൻ, അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഉത്തര കൊറിയയിൽ പോവും, തിരിച്ച് പാകിസ്ഥാനിലേക്ക് വരും. ഇതിനുശേഷം ഉത്തര കൊറിയയും പാകിസ്ഥാനും തമ്മിൽ കുറച്ച് കപ്പൽ ഗതാഗതം നടന്നു. കപ്പൽ കുറച്ച് സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുവന്നു, എന്തൊക്കെയോ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പം പിന്നീട് മനസ്സിലായത് ബാലിസ്റ്റിക് മിസൈലിൻ്റെ സാങ്കേതികവിദ്യ ഉത്തര കൊറിയയ്ക്ക് അറിയാം, അവരത് പാകിസ്ഥാന് കൊടുക്കും, പകരം ആണവ സാങ്കേതികവിദ്യ അങ്ങോട്ട് കൊടുക്കണം. ഇതായിരുന്നു അവർ തമ്മിലുള്ള കരാർ. അങ്ങനെ പാകിസ്ഥാനിൽ നിന്നാണ് ഉത്തര കൊറിയ ആണവ സാങ്കേതികവിദ്യ കൈപ്പറ്റിയതെന്നുള്ള ഒരു പറച്ചിലുണ്ട്. അപ്പോൾ എന്തായാലും പണ്ട് പാകിസ്ഥാനും ഈ ഉത്തര കൊറിയയും തമ്മിൽ അത്രയ്ക്ക് നല്ല ബന്ധമാണ്. പക്ഷേ ഈ ആണവ കരാർ അല്ലെ ആണവ രഹസ്യങ്ങളൊക്കെ കൊടുത്തെങ്കിലും പാകിസ്ഥാൻ ഈ ബാലിസ്റ്റിക് മിസൈലിന്റെ കൃത്യമായ വിവരങ്ങളൊന്നും കൊടുത്തില്ല എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതെന്തോ ആയിക്കോട്ടെ, അങ്ങനെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയുമായിട്ട് വലിയ ബന്ധമാണെന്ന് പറയുന്നു. പക്ഷേ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. കാരണം ഈ കഴിഞ്ഞ 20 വർഷത്തോളമായി നയതന്ത്ര തലത്തിൽ ഇന്ത്യയും ഉത്തര കൊറിയയും തമ്മിൽ ബന്ധങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഒന്നാം മോദി സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ ഏറിയപ്പോൾ VK സിംഗ് എന്ന് പറയുന്ന ഈ വിദേശകാര്യ സഹമന്ത്രിയുണ്ട്. അന്ന് അദ്ദേഹം ഈ പല രാജ്യങ്ങളും സന്ദർശിക്കുന്ന കൂട്ടത്തിൽ ഉത്തര കൊറിയ സന്ദർശിച്ചു. ഉത്തര കൊറിയയിലെ മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി, സർക്കാർ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വിപുലപ്പെടുത്താനാണെന്ന് പറഞ്ഞിട്ട് അന്നേ കുറച്ച് മാധ്യമങ്ങൾ, കുറച്ച് ഇന്ത്യയുടെ അസൂയുള്ള കുറച്ച് രാജ്യങ്ങളുണ്ട്, അവരെല്ലാം കൂടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ UN രക്ഷാസമിതിയിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇന്ത്യക്ക് ഉപരോധം ഏർപ്പെടുത്തണം, ഇതായിരുന്നു അന്നത്തെ അവരുടെ ആവശ്യം. അപ്പം ഈ വിദേശകാര്യമന്ത്രി അവിടെ ചെന്നത് വ്യാപാര മേഖലയിലും ശാസ്ത്ര സാങ്കേതിക മേഖലകളിലുമൊക്കെയുള്ള ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. അപ്പോൾ അമേരിക്ക ഇതിനകത്ത് കൃത്യമായിട്ട് ഇടപെട്ടില്ല. കാരണം ഇന്ത്യ അമേരിക്ക തമ്മിലുള്ള ബന്ധങ്ങൾ ഇങ്ങനെ മെച്ചപ്പെട്ട് വരികയായതുകൊണ്ട് ഈ ഉപരോധം ഏർപ്പെടുത്താൻ എപ്പോഴും മുമ്പിൽ നിൽക്കുന്ന അമേരിക്കയാണ്. പക്ഷേ അമേരിക്ക അതിനകത്ത് സജീവമായിട്ട് ഇടപെട്ടില്ല. പിന്നീട് കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഉത്തര കൊറിയയ്ക്ക് മറ്റ് രാജ്യങ്ങളുമായിട്ട് ഏതാണ്ട് 100ഓളം രാജ്യങ്ങളുമായിട്ട് മാത്രമേ വലിയ ബന്ധമുള്ളൂ. അതിൽ തന്നെ ഉത്തര കൊറിയയ്ക്ക് 25 രാജ്യങ്ങൾക്ക് മാത്രമേ അവിടെ എംബസി ഉള്ളൂ. അങ്ങനെ എംബസി ഉള്ള രാജ്യങ്ങൾ വളരെ കുറവാണ്. അങ്ങനെ എംബസി ഉള്ള ഒരു രാജ്യമായിരുന്നു ഈ പറയുന്ന പാകിസ്ഥാനും ഇന്ത്യയൊക്കെ ഉണ്ട്. അതുകൂടാതെയുള്ള രാജ്യമാണ് നേപ്പാൾ. പക്ഷേ ഒരു ഏതാണ്ട് 1-2 വർഷത്തിന് മുമ്പ് ഈ നേപ്പാളിലെ എംബസി ഈ പറയുന്ന ഉത്തര കൊറിയൻ
അംബാസഡർ എന്നിട്ട് പറയാണ് നിർത്താൻ പോവുകയാണ്, ഞങ്ങൾ ഇനി ഈ ഇവിടെ എംബസി തുറക്കാൻ ആഗ്രഹിക്കുന്നില്ല, പ്രവർത്തിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രവർത്തനമോ മറ്റു കാര്യങ്ങളോ ഒക്കെ വേണമെങ്കിൽ ഡൽഹിയിൽ, ഇന്ത്യയിൽ ഒരു എംബസി ഉണ്ട്. ആ ഡൽഹിയിലെ എംബസിയാണ് 4 രാജ്യങ്ങളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. അതായത് ശ്രീലങ്ക, പാകിസ്ഥാൻ, ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ എല്ലാം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. ഇന്ത്യ സബ് കോണ്ടിനെന്റിൽ വരുന്ന രാജ്യങ്ങളുടെ കാര്യം നിയന്ത്രിക്കുന്ന അവരായതുകൊണ്ട് നിങ്ങളുടെ കാര്യവും അവർ നിയന്ത്രിക്കും. അപ്പോഴത്തേക്ക് ലോകരാജ്യങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിച്ചു, ഇതെന്താണ്, ഇന്ത്യയാണോ ഈ ഉത്തര കൊറിയയിലേക്കുള്ള കാര്യങ്ങളുടെ ഇതൊക്കെ നിയന്ത്രിക്കുന്നത്, എംബസി അവിടുന്ന് പ്രവർത്തിക്കുന്നു, ഇത് വലിയ ഗൂഢാലോചനയാണ്. അപ്പം കിം ജോങ് ഉന്നും നരേന്ദ്രമോദിയൊക്കെ തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ ഭാഗമാണല്ലേ, അവരൊന്നിക്കുന്നതിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട് പാശ്ചാത്യ മാധ്യമങ്ങൾ കഥകളുണ്ടാക്കി, വാർത്തകളുണ്ടാക്കി വിടാൻ തുടങ്ങി. ഒപ്പം പിന്തുണയ്ക്കാനായിട്ട് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് രംഗത്തിറങ്ങി. ഒപ്പം ഇന്ത്യക്കെതിരായ ഒരു മൂവ്മെൻറ്റ്, ആൻറ്റി ഇന്ത്യ മൂവ്മെൻറ്റ്, കുറേ സംഘടനകളുണ്ട്, ഈ സന്നദ്ധ സംഘടനകൾ ഫണ്ടൊക്കെ ഇറക്കുന്നത്, ഇവരെല്ലാം കൂടെ ചേർന്ന് ഇത്തരം ഒരു കഥകൾ അങ്ങോട്ട് ഇറക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇത് ഇന്ത്യ പ്രതിരോധിക്കണമല്ലോ. ഇന്ത്യ സത്യത്തിൽ മിണ്ടിയില്ല. കാരണം എന്താ വെച്ചാൽ ആഗോളതലത്തിലുള്ള ഒരു നിലപാട് ഇന്ത്യക്കെതിരാണെന്ന് ഇന്ത്യക്ക് മനസ്സിലായി. സത്യത്തിൽ ഇന്ത്യ ചെയ്ത കാര്യമല്ല, പക്ഷേ അവർ പാശ്ചാത്യ മാധ്യമങ്ങളുടെ ഈ പ്രചരണം നടത്തിയപ്പോഴത്തേക്ക് ഇന്ത്യ അതിനോട് സൈലൻ്റായിട്ട് പ്രതികരിച്ചു. എന്നിട്ട് ഇന്ത്യ പറഞ്ഞു, ഞങ്ങളെല്ലായ്പ്പോഴും ഈ ഇറക്കുമതി മാത്രമല്ല കയറ്റുമതിയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ ഉത്തര കൊറിയയ്ക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഞങ്ങൾ കുറേ സാധനങ്ങൾ മനുഷ്യത്വത്തിൻ്റെ പേരിൽ അവർക്ക് കൊടുത്തു. അത് കൊടുത്ത മെഡിസിനാണ്, വസ്ത്രമാണ്, ഫുഡാണ്. ഇതൊക്കെ കൊടുത്തുകൊണ്ടാണ് അവർക്ക് കുറേ കാലം രക്ഷപ്പെടാൻ കഴിഞ്ഞത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ലോകരാജ്യങ്ങൾക്ക് അതൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇതൊക്കെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ സാധനങ്ങൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഭാഗമല്ലേ. പിന്നീട് ഉള്ള ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ, അല്ലെ മുമ്പത്തെ ഒരു ചരിത്രം എടുത്താൽ, ഈ കൊറിയൻ രാജ്യങ്ങൾ തമ്മിലൊരു യുദ്ധം ഉണ്ടായി. ഈ യുദ്ധം ഉണ്ടായപ്പോൾ USSR, അന്ന് റഷ്യ അല്ല USSR ആണ്, സോവിയറ്റ് യൂണിയനും അമേരിക്കയൊക്കെ 2 പക്ഷത്താണ് നിന്ന്. ഈ 2 പക്ഷത്ത് നിന്നപ്പോൾ അവരുടെ സ്വാർത്ഥതയ്ക്ക് അനുസരിച്ചാണ് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്നത് 2 രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കണം എന്ന ആഗ്രഹത്തോടെ നിലകൊണ്ട ഒരു രാജ്യമാണ്. UN-ൽ ഈ പ്രശ്നം അവതരിപ്പിച്ചു. കാരണം ഒരു ഒത്തുതീർപ്പൊക്കെ വേണം, ഇനി ഈ രീതിയിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ഉത്തര കൊറിയയ്ക്ക് നിർണായകമായ സഹായങ്ങളൊക്കെ ഇന്ത്യ അന്ന് ചെയ്തു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യയുടെ നിലപാട് അന്നേ ഉത്തര കൊറിയയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ യുദ്ധങ്ങളുടെ സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് നയതന്ത്ര രംഗത്തൊക്കെ ഇന്ത്യ ഒരു തുറന്ന സമീപനം സ്വീകരിച്ച്, പിന്നീട് നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോൾ അത് കുറച്ചുകൂടെ വിപുലപ്പെടുത്തി, അങ്ങനെ എല്ലാ രാജ്യങ്ങളുമായിട്ടും നല്ല ബന്ധം പുലർത്തി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇതൊന്നും ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ അവരുമായിട്ടൊക്കെ നല്ല ബന്ധം ഇന്ത്യ പുലർത്തുന്നതുകൊണ്ട് ഇതിനെ എതിർക്കാനും പറ്റുന്നില്ല. ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയി. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഈ പാശ്ചാത്യ മാധ്യമങ്ങൾ ഒരു പുതിയ നാരേറ്റീവ് കൊണ്ടുവന്നത് ഇന്ത്യ ഉത്തര കൊറിയയ്ക്ക് സ്പേസ് രംഗത്ത് വലിയ പരിശീലനം നൽകുന്നു. അപ്പോൾ അത് തെറ്റായൊരു കാര്യം. എന്താ വെച്ചാൽ നമുക്കറിയാം, എല്ലാ രാജ്യത്തെയും വിദ്യാർത്ഥികൾ മറ്റു രാജ്യങ്ങളിൽ പോയി പഠിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾ കൂട്ടമായിട്ട് പോവുക, കാനഡയിൽ പോകുന്നു, ഓസ്ട്രേലിയയിൽ പോകുന്നു, ന്യൂസിലൻഡിൽ പോകുന്നു എന്ന് പറയുന്ന പോലെ ഇത് പണ്ട് കാലം മുതലേ ഉണ്ട്. അങ്ങനെ ഏതാണ്ട് 30ഓളം വിദ്യാർത്ഥികൾ നോർത്ത് കൊറിയയിൽ നിന്ന് ഇവിടെ പഠിക്കാനായിട്ട് വന്നിരുന്നു. ഈ വിദ്യാർത്ഥികൾക്ക് നമ്മൾ സ്പേസിൽ വലിയ പരിശീലനം കൊടുത്തു. എന്ന് പറഞ്ഞാൽ സ്പേസ് രംഗത്ത് നമ്മുടെ പുരോഗതി അറിയാലോ, നമ്മൾ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ഒക്കെ തന്നെ പര്യവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യം. അപ്പോൾ ഇതിൻ്റെ തുടക്കകാലം മുതൽ വലിയ സഹായങ്ങൾ ചെയ്തു കൊടുത്തു. ഏതാണ്ട് 30 വിദ്യാർത്ഥികൾക്ക് 1990 മുതൽ 2016 വരെയുള്ള കാലയളവിൽ ഇന്ത്യ സഹായം ചെയ്തു കൊടുത്തു. അവർക്ക് വിദഗ്ധ പരിശീലനം കൊടുത്തു എന്നുള്ളതാണ്. പക്ഷേ സ്പേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ ഇവിടെ കൊറിയയിൽ വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ടാകും. ഈ 90 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ എത്രയോ വിദ്യാർത്ഥികൾ പല കേന്ദ്രങ്ങൾ വന്നിട്ടുണ്ടാകും. അപ്പം നമ്മൾ അത്തരം ചില കേന്ദ്രങ്ങൾ ഇവർക്ക് പഠിക്കാൻ സൗകര്യം ഒരുക്കി കൊടുത്തു, സഹായം ചെയ്തു കൊടുത്തു എന്നതിനപ്പുറത്തേക്ക് തന്ത്രപ്രധാനമായ ഒരു കേന്ദ്രങ്ങളിൽ ഇവരെ അടുപ്പിച്ചിട്ടില്ല, ഒരു സാങ്കേതിക വിദ്യ ഇവരുമായി ഷെയർ ചെയ്തിട്ടില്ല. പക്ഷേ ഈ പാശ്ചാത്യ മാധ്യമങ്ങൾ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചു ഇന്ത്യ നോർത്ത് കൊറിയയുമായിട്ട് വലിയ ബന്ധം പുലർത്തുന്നു. കാരണം സൗത്ത് കൊറിയ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയാണ്. അപ്പോൾ ഇവിടെ നോർത്ത് കൊറിയയ്ക്ക് ഇന്ത്യ സഹായം ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ഇന്ത്യ ഇങ്ങനെ സഹായം ചെയ്തു കൊടുക്കുന്നു. ഈ അമേരിക്കയും അതുപോലെ തന്നെ ഡീപ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഈ ഇന്ത്യയെ ഒരു പ്രധാനപ്പെട്ട ഒരു ശത്രുവായിട്ട് കാണുന്നു, അല്ലെങ്കിൽ ശത്രു എന്നല്ല, ഇന്ത്യയുടെ വളർച്ചയിൽ ഇവർ അതിഭയങ്കരമായി ആശങ്കപ്പെടുന്നു എന്ന് തന്നെയല്ലേ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതെ. ഇപ്പം ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ ഒക്കെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയെ പൂർണ്ണമായിട്ടും ഈ വളർച്ച മുരടിപ്പിക്കുക, അതാണ് പ്രശ്നം. ഇപ്പോൾ നയതന്ത്ര മേഖലയിൽ ഇന്ത്യ വലിയ വളർച്ചയുണ്ട്. സാമ്പത്തിക മേഖലയിൽ ഇപ്പോൾ GDP കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് 7% വരെ വളരുന്ന രീതിയിലാണ്. സൈനിക മേഖലയിലും സഹകരണ മേഖലയിലും അന്താരാഷ്ട്ര തലത്തിലും എല്ലാം ഇന്ത്യയുടെ ഒരു പ്രതിച്ഛായ ഇങ്ങനെ വിളങ്ങി നിൽക്കുകയാണ്. അത് ഇല്ലാതാക്കണം. അതിനു വേണ്ടിയിട്ട് ഈ ഡീപ് സ്റ്റേറ്റ് എന്തൊക്കെ കളിക്കാമോ അതെല്ലാം കളിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗം
ഭാഗമായിട്ട് ഇപ്പം ഏഷ്യയിലെ സുരക്ഷയുടെ കാര്യത്തിലായാലും സമാധാനത്തിൻ്റെ കാര്യത്തിലുമൊക്കെ ചൈനയ്ക്ക് അപ്പുറത്തേക്കുള്ള ഒരു വലിയ ശക്തിയായിട്ട് ഇന്ത്യ മാറുകയാണ്. അപ്പോൾ അങ്ങനെ ഇന്ത്യ മാറിയാൽ ഈ ഡീപ് സ്റ്റേറ്റിന് അത് ഇഷ്ടപ്പെടില്ല. നമുക്കറിയാം ഈ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഒബാമ, അതിനുശേഷം വരുന്ന ജോ ബൈഡൻ, ഇവരൊക്കെ വരുമ്പോൾ ഇവരെപ്പോഴും ഉത്തര കൊറിയ ഒരു ശത്രുപക്ഷത്താണ് കാണുന്നത്. ശത്രുവാണ്, യുദ്ധം നടക്കണം, യുദ്ധം അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, നമുക്ക് അവരെ വേണ്ടെന്ന് പറയും. പക്ഷേ ട്രംപ് വന്നു കഴിഞ്ഞാൽ നിലപാട് മാറും. ട്രംപിൻ്റെ നിലപാട് ഉത്തര കൊറിയയുമായിട്ട് നമുക്ക് സമാധാനത്തിൽ പോകാം, എന്തിനാണ് യുദ്ധം എന്നൊക്കെയുള്ളൊരു നിലപാട്. കാരണം യുദ്ധം ഉണ്ടായാൽ ഓരോ രാജ്യത്തെയും 20 മുതൽ 50 വർഷം വരെ പിന്നോട്ടടിക്കും. അതുകൊണ്ട് അങ്ങനെ വേണ്ട എന്നുള്ള നിലപാടാണ്. അതുകൊണ്ട് നേരിട്ട് ഉത്തര കൊറിയ പോകുന്നു, അവിടുത്തെ കിം ജോങ് ഉന്നുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു, ഇതൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഡീപ് സ്റ്റേറ്റിന് അത് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഓരോ തവണയും ഈ പറയുന്ന അട്ടിമറിയിലൂടെ പ്രസിഡന്റ് മാറിയൊക്കെ വരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറയുകയാണെങ്കിൽ ഇന്ത്യ അമേരിക്കയ്ക്കൊപ്പം നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടും എന്തിനാണ് ഉത്തര കൊറിയയുമായി സഹകരിക്കുന്നത്? അപ്പോൾ ഉത്തര കൊറിയയ്ക്ക് ഇങ്ങനെ സഹകരിക്കുന്നുണ്ട്, ഇന്ത്യക്ക് ഉപരോധം ഏർപ്പെടുത്തണം, ഇതാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യ അമേരിക്കയുമായി സഹകരിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യ അമേരിക്കയുടെ അടിമരാജ്യമൊന്നുമല്ല. കാരണം ഒരിക്കലും നമ്മൾ ബ്രിട്ടീഷ് കോളനി ആയിരുന്നു, അതിൻ്റെ ദുരനുഭവം നമുക്കുണ്ട്. ഇപ്പം അമേരിക്കയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു, വ്യാപാരം ചെയ്യുന്നു, നയതന്ത്ര രഹസ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചർച്ച ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞതിനപ്പുറത്തേക്ക് ഇന്ത്യ അമേരിക്കയുടെ അടിമയല്ല. പക്ഷെ സാധാരണഗതിയിൽ ഒരിക്കൽ അമേരിക്കയ്ക്കൊപ്പം അല്ലെ അമേരിക്കയുടെ സൈഡിൽ ഒരു രാജ്യം നിന്നാൽ പിന്നീട് എന്നും അവരുടെ അടിമയെന്നാണ് പറയുന്നത്. അതായത് ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, ബ്രിട്ടൻ, അതുപോലെ തന്നെ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ കാലാകാലങ്ങളായി ഈ അമേരിക്കയുടെ അടിമകളാണ്. ഇവിടെ അമേരിക്ക പറയുന്ന പോലെ ഇന്ത്യ കേൾക്കുന്നില്ല. ഇന്ത്യയുടെ നിലപാട് വ്യത്യസ്തമാണ്. ആ പതിവ് തെറ്റിച്ചു. അത് ഡീപ് സ്റ്റേറ്റിന് ഇഷ്ടമല്ല. ആന്റി ഇന്ത്യ മൂവ്മെന്റുമായി നടക്കുന്ന കുറെ സംഘടനകളുണ്ട്, സന്നദ്ധ സംഘടന, അവർക്ക് ഇഷ്ടമല്ല. ഒപ്പം ചില യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇന്ത്യ ഈ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ തന്നെ ഒരു നിർണായക ശക്തിയായി വളരുന്നതിനെ ഇഷ്ടപ്പെടാത്ത ആളുകൾ ഇതിനെ തകർക്കാൻ അല്ലെങ്കിൽ എതിർക്കാനായിട്ട് ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് പറയുകയാണ് കിം ജോങ് ഉന്നും ഈ നരേന്ദ്രമോദി തമ്മിൽ വലിയ ബന്ധമാണ്. ഇന്ത്യയിൽ നിന്ന് പ്രധാനമന്ത്രി അടുത്തായിട്ട് പോകുന്ന അമേരിക്കയിലേക്കാണ്. പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് പറയുന്നത് എന്താ, ഇതിന്റെ ഇടയ്ക്ക് കിം ജോങ് ഉന്നിനെ കാണാം. കാരണം അറിയാം, നമുക്ക് ഇപ്പം റഷ്യ പോയതിനു ശേഷം പോളണ്ടിൽ ചെന്നിട്ടാണ് പിന്നെ ഉക്രൈനിലേക്ക് പോയി എന്ന് പറയുന്ന പോലെ അങ്ങനെ ചെല്ലും. അതുകൊണ്ട് ഇന്ത്യക്ക് ഉപരോധം ഏർപ്പെടുത്തും. ഇത്രയുള്ള സിമ്പിൾ. ഇവർ തമ്മിലൊരു ബന്ധമുണ്ടെന്ന് ആക്കുന്നു, അങ്ങനെ ഇന്ത്യക്ക് ഉപരോധം ഏർപ്പെടുത്തും. പക്ഷേ ഇന്ത്യക്ക് ഉപരോധം ഏർപ്പെടുത്താൻ പറ്റില്ല. കാരണം ഇന്ത്യ റഷ്യയുമായിട്ടും അമേരിക്കയുമായിട്ടും ഈ പറയുന്ന ബ്രൂണെ, അതുപോലെ തന്നെ പിന്നെ മലേഷ്യ, സിംഗപ്പൂർ, ചെറിയ രാജ്യങ്ങളോട്ട് എല്ലാവരുമായിട്ടും ഒരേപോലെ ബന്ധം. അപ്പോൾ ലോക രാജ്യങ്ങളുടെ മുന്നിൽ യുദ്ധത്തെ അനുകൂലിക്കാത്ത, നയതന്ത്ര രംഗത്ത് തുറന്ന നിലപാട് സ്വീകരിക്കുന്ന ഇന്ത്യക്ക് എങ്ങനെയെങ്കിലും ഒരു അടി കൊടുക്കണം. അതാണ് അവരുടെ ഉദ്ദേശം. ഡീപ് സ്റ്റേറ്റ് ശ്രമിക്കുന്നു, വെസ്റ്റേൺ മീഡിയ ശ്രമിക്കുന്നു, ഒപ്പം ഈ പറയുന്ന ചില ഈ ആന്റി ഇന്ത്യ മൂവ്മെന്റ് അവരെല്ലാം കൂടെ ശ്രമിച്ചിട്ട് ഇന്ത്യക്ക് ഒരു വലിയ ഉപരോധം ഏർപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു കിം ജോങ് ഉന്നുമായിട്ടും നരേന്ദ്രമോദിയായിട്ടും ഒരു കൂടിക്കാഴ്ചയില്ല, ഈ രാജ്യങ്ങൾ തമ്മിൽ അടുത്ത ബന്ധമൊന്നുമില്ല, വെറുതെ ഒരു നരേറ്റീവ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതായത് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് തീർത്തും എന്താണ്, ഒരു ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ വളരുകയും സപ്പോർട്ട് കിട്ടുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ കിം ജോങ് ഉന്നിനെ പോലൊരു ഏകാധിപതിയെ വെച്ചുകൊണ്ട് ആ ഒരു ഏകാധിപത്യ രാജ്യത്ത് ഇന്ത്യ കടന്നു ചെന്ന് അവരായിട്ടൊരു ബന്ധമുണ്ട് എന്ന് വരുത്തി തീർത്ത് ഇന്ത്യയെ ഒന്ന് താറടിച്ച് കാണിക്കുക. അത്രേ ഉള്ളൂ. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച, ഇന്ത്യയുടെ സൈനിക വളർച്ചയൊക്കെ കാണുന്നതിൽ അസൂയ പൂളുന്ന ആരൊക്കെയാണോ ആ അസൂയ പൂണ്ടവർക്ക് നെഗറ്റീവ് സൃഷ്ടിക്കുന്നു. എന്നിട്ട് ഇന്ത്യ സ്വേച്ഛാധിപതികളുമായി ബന്ധം പുലർത്തുന്നു എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ പറയുമ്പോൾ കെണ്ണി പറയുന്ന പരിപാടി അതല്ല. അപ്പൊ ഇത് എത്രത്തോളം മുന്നോട്ട് നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.